ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ടുള്ള ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചോദിക്കാറുണ്ട്, മാം ഇത് ഞങ്ങൾക്ക് നന്നായിരിക്കുമോ. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അവരൊക്കെ എടുത്ത് അവരൊക്കെ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയെന്ന് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒരാൾ എടുത്തതിന് ശേഷം 3-4 പേര് അവർ തന്നെ 2-3 ഷെയ്ഡ് എടുത്തവരും ഉണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു 2 പീസ് സെറ്റാണ് കേട്ടോ. ഞാനത് 5 ഷെയ്ഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ 3rd ടൈം ആണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ റീസ്റ്റോക്കിങ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ടൊരു ടീൽ ഗ്രീൻ ആണ്. ഇത് റയർ ഷെയ്ഡാണ് വരുന്നത്. അതായത് ഇതിൽ ഫോട്ടോയിൽ വന്നിട്ട് നമുക്ക് എന്ത് ഷെയ്ഡും നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആക്ച്വലി ഇത് വന്നിട്ട് നേവി ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടീൽ ഗ്രീൻ എന്ന് പറയാം, ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ബോട്ടിൽ ഗ്രീൻ രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കും, ശരിക്കും ഇത് രണ്ടും ഒരേ ഷെയ്ഡല്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പർപ്പിൾ ഷെയ്ഡ്, ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ്, നേവി ബ്ലൂ ഷെയ്ഡ്. ടോട്ടൽ 5 ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കസ്റ്റമർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലും ഇത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് പീസ് അപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ. ഇത് നല്ല ഒരു മാനുഫാക്ചേഴ്സ് ചെയ്യുന്നതാണ്, അതും ഒരു ബ്രാൻഡഡ് ആണ്. അപ്പം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വാങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ വർക്കും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നോർമൽ ഒരു സാധാരണ സിമ്പിൾ 2 പീസ് സെറ്റ് പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയുക, അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ നല്ലതാണെന്ന് തന്നെ പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എടുത്തെടുത്ത് പറയത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് വാങ്ങിയവരുടെ ഒക്കെ റിവ്യൂ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം കട്ടിയുള്ള ജോർജറ്റ് ആണ്, നൈസായിട്ടുള്ള ജോർജറ്റ് ഒന്നുമല്ല. ഈ 3/4 സ്ലീവ്സിന്റെ എൻഡിൽ ഈ യോക്ക് പോർഷനിൽ അതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ഒരു ബോട്ടിൽ ഗ്രീൻ എന്താ പറയുക, ലെഗിൻസോ ഓരോരുത്തർക്ക് അവർ ഇഷ്ടം പോലെ. ലെഗിൻസ് വേറെ ഇതെല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത്, ഏലയിലാണ് വരുന്നത്. ഈ കുർത്തിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് ഏരിയയാണ് കേട്ടോ. ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിക്കാം, എങ്കിൽ മാത്രമേ. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം നമ്മളത് വീണ്ടും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് എത്രത്തോളം അതിന്റെ ഭംഗി ഉണ്ടെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇതിന്റെ യോക്ക് ഏരിയ ഒക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, എന്ത് രസമാണെന്നറിയാമോ. ഇതിന്റെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, നല്ല നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് അങ്ങനെ സ്റ്റോണോ ബീഡ്സോ ഒന്നും ഇളകി പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല ഒരു അടിപൊളിയാണ്. അതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഹെവി ആയിട്ട് മിറർ വർക്കും അതിന് ചുറ്റിലായിട്ട് നോർമലി ബീഡ്സ് വർക്ക് അല്ലേ വരിക, ത്രെഡ് വർക്ക് അല്ലേ വരിക. ഇത് വന്നിട്ട് ബീഡ്സ് വർക്കും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതും അത്രയ്ക്ക് നല്ല സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവര് നല്ല ഒരു മാനുഫാക്ചേഴ്സ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ആയിരിക്കും. ദുപ്പട്ടയിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പ്ലെയിൻ ആണ്. ദുപ്പട്ടന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 ആണ് വരുന്നത് കേട്ടോ. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ടോട്ടൽ 5 ഷെയ്ഡാണ് വരുന്നത്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ഏത് കാണിക്കുന്നില്ല. ഫോട്ടോസ് ഞാൻ അവിടെ ഉറപ്പായിട്ടും കൊടുത്തേക്കാം. ഒന്നെങ്കിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി കൊടുത്തേക്കാം, അല്ലെങ്കിൽ റീൽസ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും എൻഡിലായിട്ട് ഞാൻ ഉറപ്പായിട്ടും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കാണിച്ചതിന്റെ വേറൊരു ഷെയ്ഡാണ്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതായത് നേവി ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത്. റയർ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിന്റെ യോക്ക് ഏരിയ ഒക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. ഈ എല്ലാം നല്ല ഷെയ്ഡ് തന്നെയാണ്, ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വന്നിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ റീൽസ് ആയിട്ട് വരുന്നുണ്ടാവും. ഇല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഇതിന് ഫോട്ടോസ് അയച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.
തേർഡ് ഷെയ്ഡ് വന്നിട്ട് നല്ല നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം വർക്ക് സെയിം തന്നെയാണ്. ദുപ്പട്ട സെയിം തന്നെയാണ്. ഇത് കണ്ടോ, ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് വന്നിട്ട്. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് നല്ല ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതൊക്കെ എനിക്ക് ഒരുപാട് സെയിലായിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഉണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം ഏലയിലാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, ദുപ്പട്ടയൊക്കെ എന്താ പറയുക, ജോർജറ്റ് ആണെങ്കിൽ തന്നെയും നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, എന്ന് വെച്ചാൽ സോഫ്റ്റും ആണ്. അങ്ങനത്തെ ഫാബ്രിക്കാണ്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി വർക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ടോട്ടൽ 5 ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പ്ലെയിൻ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേറെ ഇത് കാണിക്കാത്തത്. അപ്പം നമ്മളിപ്പോൾ കണ്ട എല്ലാ കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. കുറേ കസ്റ്റമർ എനിക്ക് ചോദിക്കാറുണ്ട് XXL കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ട്. കാരണം ഞങ്ങൾ യൂണിറ്റിൽ ഇത് അവൈലബിൾ അല്ല 3XL. എപ്പോഴെങ്കിലും 3XL നമുക്കിത് അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട എല്ലാ കുർത്തിൻ്റെയും സൈസ് M to XXL ആണ് വരുന്നത്. പ്രൈസ് 1050 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം നമ്മളങ്ങനെ 4K ആയിരിക്കുകയാണ്. 4K ആയതിൻ്റെ സ്പെഷ്യൽ വീഡിയോ വന്നിട്ട് കമ്മിങ് സൂൺ ആണ്. അപ്പം നിങ്ങളാരും ടെൻഷൻ ആവേണ്ട. അയ്യോ ചേച്ചി ഇതുവരെയും ഗിവ് അവേ അനൗൺസ് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കുറേ കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആയാലും അല്ലാതെയുള്ള ഗിവ് അവേ ആണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 ദിവസമൊക്കെ ഡിലേ ആവുമായിരിക്കും. കാരണം വീഡിയോ എടുക്കാനോ നമ്മൾ ചിലപ്പോൾ പർച്ചേസിങ്ങിന് പോയതോ അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ 4K ആയതിൻ്റെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. അതും 2 പീസ് സെറ്റും 3 പീസ് സെറ്റും ഒക്കെ നിങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പഴയ കളക്ഷൻസ് ഒന്നുമല്ല, പുതിയ കളക്ഷനാണ്. അതും ഓഫർ സെയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇനി വരുന്നതേ ഉള്ളൂ. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ. എന്റെ ആകാശവും മണ്ണുമെല്ലാം ചോദ്യം ഇതെന്റെ